400 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് അയാൾക്ക് നേരിട്ട് ചെന്ന് തുടങ്ങാനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടി രാജാവിൻ്റെ അനുമതി വേണം. പിന്നീട് രാജാവിൻ്റെ അനുമതി കിട്ടിയതിന് ശേഷം അയാൾ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്നത്തേക്കാൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് യൂറോപ്പിലുള്ള ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു എംപയർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അയാളുടെ കമ്പനിയുടെ കുറച്ച് ഭാഗം പബ്ലിക്കിന് വിട്ടുകൊടുക്കുകയാണ്. അന്നേരം ഈ പബ്ലിക് എന്താ ചെയ്യുന്നത്? പബ്ലിക് ഈ കമ്പനിക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അയാളുടെ കമ്പനിയുടെ 50% പബ്ലിക്കിന് വിട്ടുകൊടുത്തതെന്നിരിക്കട്ടെ. ഈ 50% ഒരാൾക്കുള്ളതല്ല. ഈ 50%നെ അയാൾ 50 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തെന്നിരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് 50 ഷെയർസാണ്. അതായത് കമ്പനിയുടെ 1% മൂല്യമുള്ള 50 ഷെയർസ്. ഇങ്ങനെയുള്ള ഈ 50 ഷെയർസ് 50 വ്യക്തികൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഷെയർസും വാങ്ങാം. ഇങ്ങനെ വാങ്ങുന്നത് വഴി അയാൾ ആ കമ്പനിയുടെ ഓണറായിട്ട് മാറുകയാണ്. പിന്നീട് ഫ്യൂച്ചറിൽ ആ കമ്പനിക്ക് നഷ്ടമുണ്ടായാലും അതല്ലെങ്കിൽ ലാഭം ഉണ്ടായാലും അത് അയാളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേസിക് ലെവലിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ കാര്യത്തിൽ 50 ഷെയർസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ഈ 50 ഷെയർസിനെയും പബ്ലിക്കിന് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അവർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കുക ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടായിരിക്കും. പിന്നീട് ആ കമ്പനിക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പൈസ ആവശ്യമാകുന്ന സമയത്ത് അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യാം, അതല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആ കമ്പനിക്ക് എടുക്കാൻ സാധിക്കുന്നത് ആ കമ്പനിയുടെ ഗ്രോത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുള്ള പണമായിരിക്കും. അതുപോലെ തന്നെ ഈ കമ്പനിക്ക് കൊടുക്കാനുള്ള ബാങ്കിൻ്റെ കയ്യിലുള്ള പണമെല്ലാം തന്നെ ആളുകളുടെ പണം തന്നെയാണ്. ഇനിയിപ്പോൾ ആരും തന്നെ ബാങ്കിലേക്ക് പൈസ ഇടുന്നില്ലെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കമ്പനീസിന് കൊടുക്കാനായിട്ട് ബാങ്കിൻ്റെ കയ്യിലൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും ആ കമ്പനിക്ക് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും ആ കമ്പനിക്ക് വളരാനായിട്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക? ആ കമ്പനിയുടെ ഗ്രോത്ത് താഴേക്ക് വരും. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ മുഴുവൻ സാമ്പത്തിക മേഖലയും പ്രതിസന്ധിയിലാവും. ഇനിയിപ്പോൾ ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, പക്ഷേ അയാളത് ബാങ്കിലിടുന്നില്ല. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുമില്ല. അങ്ങനെയെങ്കിൽ അയാളുടെ കയ്യിലുള്ള ആ ഒരു പണത്തിന് ഈ മുഴുവൻ എക്കണോമിക് പ്രോസസ്സിൻ്റെയും പാർട്ടാവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത്. അതിനെയാണ് ബ്ലാക്ക് മണി എന്ന് പറയുക. ഈ ബ്ലാക്ക് മണി അവോയ്ഡ് ചെയ്യാനായിട്ടായിരുന്നു 2016 ഡിമോണിറ്റൈസേഷൻ. അത് സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതേസമയം ഒരാൾ തൻ്റെ കയ്യിലുള്ള പൈസ ബാങ്കിൽ സേവ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുഴുവൻ പ്രോസസ്സിനെയും ഭാഗമാകാനായിട്ട് ആ പൈസയ്ക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ എക്കണോമി വർക്ക് ചെയ്യുന്നത്. അതായത് ആ പൈസ കമ്പനിക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവും. ജോലിയിൽ നിന്ന് ശമ്പളം വരും. ആ ശമ്പളം പിന്നീട് അവർ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കുറച്ച് ഭാഗം അവർ കമ്പനിക്ക് വേണ്ടിയും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് മാനറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കയുടെ കാര്യം എടുത്താൽ അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ സേവ് ചെയ്ത പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത്. 50% കൂടുതൽ ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവിടുത്തെ കമ്പനീസ് ഗ്രോ ചെയ്യും. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ കമ്പനീസിൻ്റെ ഗ്രോത്ത് തന്നെയായിരിക്കും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചതുകൊണ്ട് അവിടുത്തെ കമ്പനീസ് ഗ്രോ ചെയ്യുകയും അവരുടെ എക്കണോമി മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മുന്നിലോട്ട് പോവുകയും ചെയ്തു. അതേസമയം ഇന്ത്യയുടെ കാര്യം എടുക്കുന്ന സമയത്ത് സേവിങ് റേറ്റ് ഒട്ടും മോശമല്ല. എന്നാൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 മുതൽ 4% ആളുകൾ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സേവിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻവെസ്റ്റിംഗ് ആണെന്ന് പ്രോപ്പറായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് മാർക്കറ്റ് എവിടെയാണുള്ളത്? പബ്ലിക്കലി ലിസ്റ്റഡായ കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. രാജ്യത്തിൻ്റെ എക്കണോമി തന്നെ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇന്ത്യക്കകത്ത് മെയിൻലി 2 സ്റ്റോക്ക് മാർക്കറ്റാണുള്ളത്. ഇവയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, മറ്റൊന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5400-ലധികം കമ്പനീസ് രജിസ്റ്റേർഡ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് നല്ലൊരു പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓൾമോസ്റ്റ് 2000 കമ്പനീസ് രജിസ്റ്റേർഡ് ആണ്. ഇവിടെ നിന്നാണ് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്സ് വാങ്ങാനായിട്ടും വിൽക്കാനായിട്ടും സാധിക്കുക. വാങ്ങുന്നതും വിൽക്കുന്നതും രണ്ടും സെപ്പറേറ്റ് മാർക്കറ്റ്സാണ്. ഒന്ന് പ്രൈമറി മാർക്കറ്റ്, മറ്റൊന്ന് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലാണ് കമ്പനീസ് അവരുടെ ഷെയർസ് സെല് ചെയ്യുന്നത്. അതായത് ഇവിടെ കമ്പനീസ് തീരുമാനിക്കും എത്ര ഷെയർസ് കീപ്പ് ചെയ്യണമെന്നും ഈ ഷെയർസിനെല്ലാം തന്നെ എത്രത്തോളം പ്രൈസ് വയ്ക്കണമെന്നും. മറ്റൊരു പോയിന്റ് എന്താണെന്നാൽ ഈ ഓരോ ഷെയർസിനും സെയിം പ്രൈസ് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ വാല്യുവേഷൻ അത് 1000 രൂപയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്ന് 500 രൂപ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി 500 പബ്ലിക്കിന് വിട്ടുകൊടുക്കാം. 1 രൂപയുടെ 500 ഷെയർസായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരിക്കലും ഒരു കമ്പനിയും മുഴുവനായും ആ 1000 രൂപ പബ്ലിക്കിന് വിട്ടുകൊടുക്കുന്നില്ല.
അതിന് കാരണം എന്താണെന്നാൽ ആരെല്ലാമാണോ ചെറിയ പെർസെൻറ്റേജിലാണെങ്കിൽ പോലും ആ സ്റ്റോക്സ് വാങ്ങിക്കുന്നത് അവരെല്ലാം തന്നെ പിന്നീട് ആ കമ്പനിയുടെ ഓണേഴ്സാണ്. അത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടി ഇവിടെ ആ 1000 രൂപയിൽ 500 രൂപയും കീപ്പ് ചെയ്തത് കമ്പനിയുടെ CEO ആണ്, അതായത് 50% ഷെയർ. അതേസമയം പൂർണ്ണമായിട്ട് പബ്ലിക്കിന് വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുക? 100% പബ്ലിക്കിന് വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വ്യക്തി ആ കമ്പനിയുടെ 50% കൂടുതൽ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് ടീമിനൊപ്പം സ്ഥാനമുണ്ടായിരിക്കും. ചില കേസുകളിൽ അയാൾ ആ കമ്പനിയുടെ CEO ആയിട്ട് മാറും. അതുപോലെ തന്നെ ആ ടീമിലെ മറ്റു ആളുകളെ ഫയർ ചെയ്യാനായിട്ടുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇതിനു മുൻപ് വാരൻ ബഫറ്റ് ചെയ്തതും ഇത് തന്നെയാണ്. ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ബെർക്ക്ഷയർ ഹാത്തവേ വാങ്ങിക്കാമെന്ന് ഉറപ്പിച്ച ഷെയർസിൻ്റെ പ്രൈസ് കുറച്ചൊന്ന് കുറച്ചു. ഷെയർസിന് 7 സെൻസിൻ്റെ കുറവ് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ വാരൻ ബഫറ്റിന് അത് ഇഷ്ടപ്പെട്ടില്ല. തിരികെ എത്തിയ വാരൻ ബഫറ്റ് ആ കമ്പനിയുടെ ഒരുപാട് ഷെയർസ് വാങ്ങിച്ചു കൂട്ടി. എന്തുകൊണ്ടാണ് ബെർക്ക്ഷയർ ഹാത്തവേ 50% കൂടുതലും പബ്ലിക്കിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായത്? കാരണം അത് വലിയ നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭൂരിഭാഗം ഷെയർസും വാങ്ങിച്ചു കൂട്ടിയ വാരൻ ബഫറ്റ് പിന്നീട് അതിൻ്റെ ചെയർമാൻ ബോർഡിലേക്ക് എത്തി. അതിനുശേഷം പിന്നീട് തന്നെ ആദ്യം ചീറ്റ് ചെയ്ത വ്യക്തികളെയെല്ലാം തന്നെ അദ്ദേഹം ഫയർ ചെയ്തു. ഇങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട് മുഴുവൻ ഷെയർസും പബ്ലിക്കിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഭൂരിഭാഗം ഷെയർസും കീപ്പ് ചെയ്യുന്നത് ആ കമ്പനിയുടെ CEO തന്നെയായിരിക്കും. അതിനുശേഷം അതിൽ മറ്റ് പാർട്ട്നേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം ഉണ്ടായിരിക്കും. മിച്ചം വരുന്ന ഷെയർസ് ആയിരിക്കും അവർ പബ്ലിക്കിന് ഓഫർ ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്താൽ അതിൻ്റെ 70% ഷെയർസ് കീപ്പ് ചെയ്യുന്നത് മാർക്ക് സക്കർബർഗാണ്. അതുപോലെ ഇതാണ് പ്രൈമറി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതായത് കമ്പനീസ് ഈ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യണം. ആ ഷെയർസിന് എത്രത്തോളം പ്രൈസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് ആ കമ്പനിയും ചെറിയൊരു എക്സ്റ്റെൻറ്റ് വരെ ഈ സ്റ്റോക്ക് മാർക്കറ്റും കൂടിയായിരിക്കും ഡിസൈഡ് ചെയ്യുക. ഇനി സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്? ഇവിടെയാണ് ആളുകൾ ഇതുപോലെ വാങ്ങിച്ച ഷെയർസ് മറ്റുള്ളവർക്ക് വിൽക്കുന്നത്. പ്രൈമറി മാർക്കറ്റിൽ ആ ഷെയറിൻ്റെ പ്രൈസ് കീപ്പ് ചെയ്തത് കമ്പനിയായിരുന്നു. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ഷെയറിൻ്റെ പ്രൈസിന്മേൽ കമ്പനിക്ക് ഒരു കൺട്രോളും ഉണ്ടായിരിക്കില്ല. അത് കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക്കിൻ്റെ കയ്യിലായിരിക്കും. ആ ഷെയറിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ബേസിസിൽ അതിൻ്റെ ഷെയർ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയെക്കുറിച്ച് ഒരുപാട് നല്ല ന്യൂസ് പുറത്തു വരികയാണ്. ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ടീമിനെ കുറിച്ചോ അതല്ലെങ്കിൽ പ്രോഡക്ട്സിനെ കുറിച്ചോ അല്ല. അങ്ങനെ ആളുകൾക്ക് തോന്നുകയാണ് ഈ കമ്പനി നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഷെയർസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അങ്ങനെ അതിനോടൊപ്പം അതിൻ്റെ ഷെയർ പ്രൈസും കൂടും. അതേസമയം അതേ കമ്പനിയെക്കുറിച്ച് തന്നെ ഒരുപാട് മോശം ന്യൂസാണ് പുറത്തു വരുന്നത്. ആ കമ്പനിയുടെ പ്രോഡക്ട്സ് ഒരുപാട് ഡിഫക്റ്റീവ് ആണെന്നോ മറ്റോ. ആ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഡിമാൻഡ് തീർച്ചയായും കുറയുക തന്നെ ചെയ്യും. അതായത് അതിൻ്റെ ഷെയർ പ്രൈസ് താഴേക്ക് വരും. ഈ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ത്യയിൽ മെയിനായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും, BSE ആൻഡ് NSE. ഇതിൽ രണ്ടിലും ആയിരക്കണക്കിന് കമ്പനീസ് രജിസ്റ്റേർഡ് ആണ്. ഈ കമ്പനീസിൻ്റെ എല്ലാം ഷെയർ പ്രൈസ് മുകളിലോട്ടാണോ പോകുന്നത് അതോ താഴോട്ടാണോ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അതിനൊരു പാർട്ടിക്കുലർ മെഷർമെൻറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഏതെങ്കിലും നമ്പേഴ്സ്, ആ നമ്പേഴ്സാണ് സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് എന്നുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പ് 30 കമ്പനീസിൻ്റെ ഷെയർ പ്രൈസിൻ്റെ ട്രെൻഡ് കാണിക്കുന്ന ഒരു മെഷർമെൻറ്റാണ്. സെൻസെക്സ് എന്നുള്ളത് ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചിക. സെൻസെക്സിൻ്റെ ഫുൾ ഫോം സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നും. ഇന്നത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അത് 34,000 ആണ്. ഇതൊരു പാർട്ടിക്കുലർ യൂണിറ്റിലുള്ള മെഷർമെൻ്റ് ഒന്നുമല്ല. 1979 100-ൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ 34,000 എത്തി നിൽക്കുകയാണ്. ഓഫ് കോഴ്സ് ഗ്രോത്ത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഒരുപാട് ഫോളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ ഇതിൻ്റെ നമ്പർ 33,000 ആയിരുന്നു. ഇന്നത് 34,000 ആണ്. ഇതൊരു പാർട്ടിക്കുലർ യൂണിറ്റിലുള്ള നമ്പറല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് മുൻപത്തെ നമ്പർ നോക്കിക്കൊണ്ടായിരിക്കും ഗ്രോത്ത് ആണോ ഫോൾ ആണോ ഉണ്ടായിട്ടുള്ളതെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുക. ഈയിടെയായിട്ട് നല്ല രീതിയിൽ ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുൻപത്തെ നമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ എല്ലാം വാല്യൂ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. 1979 100-ൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 30,000 40,000 റേഞ്ചിൽ വരെ ഷെയർ പ്രൈസ് വന്നെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഷെയർ പ്രൈസിൽ എത്രത്തോളം വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ പ്രോപ്പറായി ഈ കമ്പനിയെല്ലാം ടൈം ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചവർക്കെല്ലാം തന്നെ എത്രത്തോളം പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. സെൻസെക്സിൻ്റെ പോലെ തന്നെയാണ് നിഫ്റ്റിയുടെ കാര്യം എടുത്താലും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പ് 50 കമ്പനീസിൻ്റെ ഷെയർ പ്രൈസിൽ ഉണ്ടാകുന്ന ട്രെൻഡിൻ്റെ മെഷർമെൻറ്റാണ് നിഫ്റ്റി കാണിക്കുന്നത്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ +50. ഇന്നത് എൻ്റെ നമ്പർ 10,000 ആണ്. 1996-ലാണ് നിഫ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യമാണ് ഈ ഷെയർസ് എല്ലാം എങ്ങനെയാണ് വാങ്ങിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കുറച്ച് വർഷങ്ങൾ മുൻപാണെങ്കിൽ ഈ സ്റ്റോക്സ് വാങ്ങിക്കാനായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ പോവേണ്ടി വന്നേനെ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആവശ്യം 3 അക്കൗണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം വളരെയധികം എളുപ്പമായി. ഒന്ന് ബാങ്ക് അക്കൗണ്ട്, രണ്ടാമത്തേത് ട്രേഡിംഗ് അക്കൗണ്ട്, മൂന്നാമത്തേത് ഡിമാറ്റ് അക്കൗണ്ട്. സ്റ്റോക്സ് വാങ്ങാനായിട്ട് അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട്. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വാങ്ങിച്ച സ്റ്റോക്സിനെ
ഒരു ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യാനാണ് ഡിമാറ്റ് അക്കൗണ്ട്. അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെപ്പോലുള്ള പബ്ലിക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. ബ്രോക്കറിൻ്റെ റോൾ എന്താ? ഒരു ബയ്യറിനെ ഒരു സെല്ലറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഈ ബ്രോക്കർ ഒരുപക്ഷെ ബാങ്ക് ആയിരിക്കാം, എന്നാൽ ഇപ്പോഴത്തെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. എന്തെന്നാൽ ബാങ്കിൽ നിന്നുള്ള ബ്രോക്കറേജ് റേറ്റ് കുറച്ച് കൂടുതലാണ്. എന്നാൽ അതിനു വേണ്ടി ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ചില ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ സെറോദ, അപ്സ്റ്റോക്സ്, അതുപോലെ ചിലത്. ഈ ബ്രോക്കേഴ്സ് വഴി ഇതുപോലെ ഒരു ഡീല് നടക്കുന്ന സമയത്ത് ആ ബ്രോക്കറിന് കുറച്ചൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതിനാണ് ബ്രോക്കറേജ് റേറ്റ് എന്ന് പറയാം. ഈ ബ്രോക്കറേജ് റേറ്റ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത്. ബ്രോക്കറേജ് റേറ്റ് ഒരാൾ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുക അയാൾ ട്രേഡ് ചെയ്യുന്ന സമയത്തായിരിക്കും, അതായത് ഒരു ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതേസമയം ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ബ്രോക്കറേജ് റേറ്റ് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ബ്രോക്കറേജ് റേറ്റ് അത് ഒരു തവണ മാത്രം കൊടുത്താൽ മതി. എന്താണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റിങ്ങും ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റിങ്ങിനെ ട്രേഡിംഗ് എന്ന് കൂടി വിളിക്കും. ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം ആ പൈസ അവിടെ ഹോൾഡ് ചെയ്യാണ്, നമ്മളത് സെല്ല് ചെയ്യുന്നില്ല ആർക്കും. അതേസമയം ഷോർട്ട് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരാൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് സ്റ്റോക്സ് വാങ്ങിക്കുകയാണ്, എന്നിട്ട് ആ വാങ്ങിച്ച സ്റ്റോക്സ് എല്ലാം തന്നെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യുകയും ചെയ്യും. ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു എമൗണ്ട് ആവാനായിട്ട് സമയമെടുക്കും, ചില കേസുകളിൽ കുറച്ചധികം വർഷങ്ങൾ തന്നെ. അതേസമയം ഷോർട്ട് ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൊടുക്കലും വാങ്ങലൊക്കെ വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. മിക്കവാറും കേസുകളിൽ ഇത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നടക്കും. ലൈക്ക് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇതുപോലുള്ള പ്രോസസ്സിനെ സാധാരണ ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കാറില്ല, ട്രേഡിംഗ് എന്നായിരിക്കും വിളിക്കുക. ശരിക്കും ഒരു ഗാംബ്ലിങ്ങിൻ്റെ സ്ട്രക്ചർ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇതൊരു സ്ഥിരം ജോലി പോലെയാണ്. പൈസ ഈ ഷെയറിൽ നിന്നെടുത്ത് മറ്റേ ഷെയറിലേക്ക് ഇടുക, അവിടെ നിന്നെടുത്ത് അടുത്തേക്ക് ഇടുക, എന്നിട്ട് എവിടെയാണോ പ്രോഫിറ്റ് കാണാനായിട്ട് സാധിക്കുന്നത് അത് സെല്ല് ചെയ്യുക. എങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് ലീഗലാണ്. അതിന് കാരണം എന്താണെന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാവാനായിട്ട് ഇവർ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബ്ലാക്ക് മണി ആയിട്ട് പോണില്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പ്രോസസ്സ് എല്ലാം തന്നെ ലീഗലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ആളുകൾ ദിവസം മുഴുവൻ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ട് വലിയൊരു എമൗണ്ട് തന്നെ ഡെയിലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. എന്നാൽ ഈ കമ്പനീസിനെല്ലാം ആ ഒരു സ്റ്റാറ്റസിൽ ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒരു കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിന് തൻ്റെ ഷെയർസ് ഓഫർ ചെയ്യുന്നതിന് പറയുന്നതാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുക എന്നുള്ള ഈ ഒരു പ്രോസസ്സ് വളരെയധികം കോംപ്ലിക്കേറ്റഡാണ്. ഗവൺമെൻറ് ഇതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം അത്യാവശ്യമാണ്. അതല്ലാതെ ഏതൊരു കമ്പനിക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരുപാട് സ്കാം നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ആ ഒരു കണ്ടീഷനിൽ ഒരു ചെറിയ കമ്പനിക്ക് പോലും ഒരുപാട് ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കമ്പനി ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറിൽ ഇങ്ങനെയെല്ലാം ആവും, അതുപോലെയൊക്കെ. അതുപോലെ തന്നെ കാര്യമായി റിസർച്ച് ഒന്നും തന്നെ ചെയ്യാതെ പബ്ലിക് ഈ ഒരു കമ്പനിയെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഥ മാറി. പിന്നീട് അവർ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും, ആ എമൗണ്ടും കൊണ്ട് കമ്പനിയിലുള്ളവർ മുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടും ചില ലൂപ്പ് ഹോൾസ് കണ്ടെത്തിക്കൊണ്ട് ചില സ്കാമുകൾ പാസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു ഫാക്റ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മാർക്കറ്റിനെ നന്നായി പഠിക്കണം. അതല്ലെങ്കിൽ ഇത് ഗാംബ്ലിംഗ് അല്ലാതെ മറ്റൊന്നും തന്നെ ആയിരിക്കില്ല. അതേസമയം ഏണിങ്ങിനേക്കാൾ കൂടുതലായി ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വയം ഉണ്ടാവും, അതുപോലെ തന്നെ രാജ്യത്തിനും ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരാൾ എത്രത്തോളം ചെറിയ വയസ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് അത്രത്തോളം അയാൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റിങ്ങിനേക്കാൾ ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അന്നേരം ആ ഒരു പ്രോസസ്സ് കോമ്പൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെല്ലാം ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.